ഹായ് മുത്തുമണികളെ, ഞാനിന്ന് ഹോംമെയ്ഡ് ചിക്കൻ ഷവായ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ചിക്കൻ ഷവായ നമ്മൾ കടയിൽ നിന്ന് തന്നെ മേടിക്കണമെന്നില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ചിക്കന് ഫുൾ അങ്ങനെ വാങ്ങുക. അതൊന്നിങ്ങനെ വരഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾക്കതിലേക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത്, ഒരു തക്കാളി കട്ട് ചെയ്തത്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ അതിൽ ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട്, അത് വീഡിയോയിൽ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് തേയില ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്കുള്ള മസാലകൾ, ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ് പാകത്തിനിട്ടു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും കൂട്ടി നമ്മൾ അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ചിക്കനിൽ അതൊക്കെ ഒന്ന് മസാല തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മളതൊന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മളെ ചിക്കനെ എങ്ങനെ പിന്നെ ഈ വരഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. കുറച്ച് നേരം, അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മളെ കുക്കർ അടുപ്പത്ത് വെക്കണു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണു. എന്നിട്ട് നമ്മൾ ഈ മസാല പുരട്ടിയ ചിക്കൻ അതിലേക്ക് വെക്കുന്നു. ഇനി നമുക്ക് ചിക്കൻ അതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്കർ മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് തന്നെ നമ്മളെ ഷവായ വാങ്ങണമെന്നില്ല കേട്ടോ. നമുക്ക് കഴിക്കാനും നമ്മളെ വീട്ടിലും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇതിൽ കടന്ന് തിരിഞ്ഞ ഷവായ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ നമ്മളെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അൽഫാമാണെങ്കിലും ഷവായ ആണെങ്കിലും എന്ത് ആണെങ്കിലും നമുക്ക് നമ്മളെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. ഓക്കേ.